ഓം ശാന്തി 10-2-2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ആത്മ അഭിമാനി ആകുന്നതിനുള്ള അഭ്യാസം ചെയ്യൂ. എങ്കിൽ ദൈവിക ഗുണങ്ങൾ വന്നുകൊണ്ടിരിക്കും. ക്രിമിനൽ ചിന്തകൾ സമാപ്തമാകും. അപാരമായ സന്തോഷമുണ്ടാകും. ചോദ്യം: തന്റെ പെരുമാറ്റത്തെ ശരിയാക്കുന്നതിനും അപാര സന്തോഷത്തിലിരിക്കുന്നതിനും ഏത് സ്മൃതി സദാ ഉണ്ടായിരിക്കണം? ഉത്തരം: സദാ സ്മൃതിയിലുണ്ടാകണം. നമ്മൾ ദൈവിക സ്വരാജ്യത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ്. നമ്മൾ മൃത്യു ലോകത്തെ ഉപേക്ഷിച്ച് അമരലോകത്തിലേക്ക് പോവുകയാണ്. ഇതിലൂടെ അപാരമായ സന്തോഷം ഉണ്ടാകും. പെരുമാറ്റവും ശരിയായിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ പുതിയ ലോകമായ അമരലോകത്തിലേക്ക് പോകാൻ തീർച്ചയായും ദൈവിക ഗുണങ്ങൾ വേണം. സ്വരാജ്യത്തിനായി അനേക പേരുടെ മംഗളവും ചെയ്യേണ്ടി വരും. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഓം ശാന്തി. കുട്ടികൾ തങ്ങൾ സ്വയം ഇവിടെയുള്ളവരാണെന്ന് കരുതരുത്. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്, രാമരാജ്യം അല്ലെങ്കിൽ സൂര്യവംശി രാജ്യം എന്ന് വിളിക്കുന്ന നമ്മുടെ രാജ്യത്തിൽ എത്ര സുഖവും ശാന്തിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും ദേവതയായി മാറുകയാണ്. മുമ്പും ആയിട്ടുണ്ട്. നമ്മൾ തന്നെയായിരുന്നു സർവഗുണസമ്പന്നൻ, ദൈവിക ഗുണമുള്ളവർ. നമ്മൾ നമ്മുടെ രാജ്യത്തിലായിരുന്നു. ഇപ്പോൾ രാവണ രാജ്യത്തിലാണ്. നമ്മൾ നമ്മുടെ സ്വന്തം രാജ്യത്തിൽ വളരെ സുഖിയായിരുന്നു. അതിനാൽ ഉള്ളിൽ വളരെയധികം സന്തോഷവും നിശ്ചയവും വേണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വീണ്ടും തന്റെ രാജധാനിയിലേക്ക് പോവുകയാണ്. രാവണൻ നിങ്ങളുടെ രാജ്യത്തെ അപഹരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടേതായി സൂര്യവംശ രാജ്യമുണ്ടായിരുന്നു. നമ്മൾ രാമരാജ്യത്തിലേതായിരുന്നു. നമ്മൾ തന്നെയായിരുന്നു ദൈവിക ഗുണമുള്ളവർ. നമ്മൾ വളരെ സുഖികളായിരുന്നു. പിന്നീട് രാവണൻ നമ്മുടെ രാജ്യഭാഗ്യത്തെ അപഹരിച്ചു. ഇപ്പോൾ ബാബ വന്ന് തന്റെയും മറ്റുള്ളവരുടെയും രഹസ്യം മനസ്സിലാക്കി തരികയാണ്. പകുതി കൽപ്പം നമ്മൾ രാമരാജ്യത്തിലായിരുന്നു. പിന്നീട് പകുതി കൽപ്പം നമ്മൾ രാവണ രാജ്യത്തിൽ വസിച്ചു. കുട്ടികൾക്ക് ഓരോ കാര്യത്തിലും നിശ്ചയമുണ്ടെങ്കിൽ സന്തോഷവും ഉണ്ടാകും. പെരുമാറ്റവും ശരിയാകും. ഇപ്പോൾ അന്യദേശത്ത് നമ്മൾ വളരെ ദുഃഖികളാണ്. ഭാരതവാസികളായ ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നു, നമ്മൾ പരന്റെ രാജ്യത്ത് വളരെ ദുഃഖികളായിരുന്നു. എന്നാൽ ഇപ്പോൾ സുഖികളാണ്. കാരണം സ്വദേശത്താണ്. പക്ഷെ ഇത് അല്പകാലത്തേക്കുള്ള കാകവിഷ്ട സമാനമായ സുഖമാണ്. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ സദാകാലത്തേക്ക് സുഖമുള്ള ലോകത്തിലേക്ക് പോവുകയാണ്. അതിനാൽ നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. അഥവാ ജ്ഞാനത്തിലില്ലെങ്കിൽ കല്ല് ബുദ്ധി പോലെയാകും. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ തീർച്ചയായും രാജ്യം നേടും. ഇതിൽ ബുദ്ധിമുട്ടിന്റെ കാര്യമൊന്നുമില്ല. രാജ്യം നേടിയിരുന്നു. പിന്നീട് പകുതി കൽപ്പം രാജ്യം ഭരിച്ചിരുന്നു. അതിനുശേഷം രാവണൻ നമ്മുടെ മുഴുവൻ കലയെയും ഇല്ലാതാക്കി. അഥവാ ഏതെങ്കിലും നല്ല കുട്ടിയുടെ പെരുമാറ്റം വളരെ മോശമായാൽ നിന്റെ ഐശ്വര്യം ഇറങ്ങിപ്പോയോ എന്ന് ചോദിക്കാറുണ്ട്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. മനസ്സിലാക്കണം, മായ നമ്മുടെ കലകൾ മുഴുവൻ ഇല്ലാതാക്കി. നമ്മൾ അധപതിച്ചുകൊണ്ടേ വന്നു. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ ദൈവിക ഗുണങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിനാൽ സന്തോഷത്തിന്റെ രസം ഉയരണം. ടീച്ചർ അറിവ് നൽകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സന്തോഷമുണ്ടാകും. ഇതാണെങ്കിൽ പരിധിയില്ലാത്ത ജ്ഞാനമാണ്. എന്റെ ഉള്ളിൽ ഒരു ആസുരീയ അവഗുണവുമില്ലല്ലോ എന്ന് സ്വയം നോക്കണം. സമ്പൂർണമായി മാറിയില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. പക്ഷെ നമ്മൾ എന്തിന് ശിക്ഷ അനുഭവിക്കണം? അതിനാൽ ബാബയെ അല്ലെങ്കിൽ ആരിൽ നിന്നാണോ രാജ്യം ലഭിക്കുന്നത് അവരെ ഓർമ്മിക്കണം.
നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ദൈവിക ഗുണങ്ങൾ ഉണ്ടായിരുന്നോ അതെല്ലാം ധാരണ ചെയ്യണം. അവിടെ എങ്ങനെയാണോ രാജാവും റാണിയും അതുപോലെയായിരിക്കും പ്രജകളും. എല്ലാവരിലും ദൈവിക ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ദൈവിക ഗുണം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അഥവാ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെങ്ങനെ അത് കൊണ്ടുവരും? പാടുന്നുമുണ്ട് സർവഗുണസമ്പന്നൻ എന്ന്. അതിനാൽ പുരുഷാർത്ഥം ചെയ്ത് ഇങ്ങനെയായി മാറണം. ആവുന്നതിന് പരിശ്രമമുണ്ട്. ക്രിമിനൽ ദൃഷ്ടി ഉണ്ടാകുന്നുമുണ്ട്. ബാബ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ, എങ്കിൽ ക്രിമിനൽ ചിന്ത പറന്നു പോകും. ബാബ അനേകം യുക്തികൾ മനസ്സിലാക്കി തരുന്നുണ്ട്. ആരിലാണോ ദൈവിക ഗുണങ്ങളുള്ളത് അവരെയാണ് ദേവത എന്ന് പറയുന്നത്. ആരിലാണോ ഇല്ലാത്തത് അവരെയാണ് മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. ഇരുകൂട്ടരും മനുഷ്യർ തന്നെയാണ്. പക്ഷേ ദേവതകളെ എന്തുകൊണ്ടാണ് പൂജിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ അവരിൽ ദൈവിക ഗുണങ്ങളുണ്ട്. എന്നാൽ മനുഷ്യരുടെ കർമ്മങ്ങൾ കുരങ്ങിനെ പോലെയാണ്. പരസ്പരം എത്രത്തോളം വഴക്കും അടിയും ഉണ്ടാക്കുന്നു. സത്യുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല. ഇവിടെയാണെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. തീർച്ചയായും തന്റെ കയ്യിൽ നിന്ന് തെറ്റുണ്ടായാൽ സഹിക്കേണ്ടതായി വരും. ആത്മാഭിമാനിയായി മാറിയില്ലെങ്കിൽ സഹിക്കേണ്ടതായി വരും. നിങ്ങൾ എത്രത്തോളം ആത്മ അഭിമാനിയായി മാറുന്നുവോ അത്രത്തോളം ദൈവിക ഗുണങ്ങൾ വന്നുകൊണ്ടിരിക്കും. തന്റെ ഉള്ളിൽ ദൈവിക ഗുണങ്ങൾ ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം. ബാബ സുഖദാതാവാണ്. അതിനാൽ കുട്ടികളുടെ ജോലി എല്ലാവർക്കും സുഖം നൽകുക എന്നതാണ്. ഞാൻ ആർക്കും ദുഃഖം നൽകുന്നില്ലല്ലോ എന്ന് തന്റെ ഹൃദയത്തോട് ചോദിക്കണം. പക്ഷെ ചിലരുടെ ശീലമാണ് ആർക്കെങ്കിലും ദുഃഖം കൊടുക്കാതെ അവർക്കിരിക്കാൻ സാധിക്കില്ല. ജയിൽ പുള്ളികളെ പോലെയാണ്, നേരെ ആവുന്നതേയില്ല. അവർ ജയിലിൽ കിടക്കുമ്പോൾ തന്നെയാണ് സുഖം എന്ന് കരുതുന്നു. പക്ഷെ അവിടെ ജയിലൊന്നും ഉണ്ടാകില്ല. ജയിൽ പോകേണ്ടി വരാൻ പാപം ഉണ്ടാകാറേ ഇല്ല. ഇവിടെയാണെങ്കിൽ ജയിലിൽ പോയി ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, എപ്പോഴാണോ നമ്മുടെ രാജ്യം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വളരെ ധനികരായിരുന്നു. ആരാണോ ബ്രാഹ്മണ കുലത്തിലുള്ളത് അവരെ ഇങ്ങനെ ചിന്തിക്കൂ, നാം നമ്മുടെ സ്വരാജ്യത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ് എന്ന്. ആ ഒന്ന് മാത്രമാണ് നമ്മുടെ രാജ്യം. അതിനെയാണ് ദേവതകളുടെ രാജ്യം എന്ന് വിളിക്കുന്നത്. ആത്മാവിന് എപ്പോഴാണോ ജ്ഞാനം ലഭിക്കുന്നത് അപ്പോൾ സന്തോഷമുണ്ടാകുന്നു. തീർച്ചയായും ജീവാത്മാവ് വന്ന് പറയേണ്ടി വരും. നമ്മൾ ജീവാത്മാക്കൾ എപ്പോഴാണോ ദേവീ ദേവതാ ധർമ്മത്തിലുണ്ടായിരുന്നത് അപ്പോൾ ഈ മുഴുവൻ വിശ്വത്തിലും നമ്മുടെ രാജ്യമായിരുന്നു. ഈ ജ്ഞാനം നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ രാജ്യം ഉണ്ടായിരുന്നു. നമ്മൾ തന്നെയാണ് സത്തോ പ്രധാനമായിരുന്നത് എന്ന് ഭാരതവാസികൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ മാത്രമാണ് ഈ മുഴുവൻ ജ്ഞാനവും മനസ്സിലാക്കുന്നത്. നമ്മൾ തന്നെയാണ് ദേവത ആയിരുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ ആയി മാറണം. തീർച്ചയായും വിഘ്നങ്ങളും വരുന്നുണ്ട്. പക്ഷെ ദിനം പ്രതിദിനം നിങ്ങളുടെ ഉന്നതി ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പേര് പ്രശസ്തമായിക്കൊണ്ടിരിക്കും. എല്ലാവരും മനസ്സിലാക്കും, ഇത് നല്ല സ്ഥാപനമാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ സഹജമായാണ് വഴി പറഞ്ഞു തരുന്നത്. പറയുന്നു, നിങ്ങൾ സത്തോ പ്രധാനമായിരുന്നു, ദേവത ആയിരുന്നു, തന്റെ തന്നെ രാജധാനിയിൽ ആയിരുന്നു. ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുന്നു. പക്ഷെ ബാക്കി ആരും ഞാൻ രാവണ രാജ്യത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്കറിയാം നമ്മൾ എത്ര പരിശുദ്ധമായിരുന്നു. എന്നാൽ ഇപ്പോൾ ശൂന്യരായി മാറി. പുനർജന്മങ്ങൾ എടുത്തെടുത്ത് പവിഴ ബുദ്ധിയിൽ നിന്ന് കല്ല് ബുദ്ധിയായി തീർന്നു.
ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്വരാജ്യം സ്ഥാപിക്കുകയാണ്. അതിനാൽ നിങ്ങൾ കുതിക്കണം, പുരുഷാർത്ഥത്തിൽ മുഴുകണം. ആരാണോ കൽപ്പം മുമ്പ് മുഴുകിയത് അവർ ഇപ്പോഴും തീർച്ചയായും മുഴുകും. നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് നമ്മൾ നമ്മുടെ ദൈവിക സ്വരാജ്യം സ്ഥാപിക്കുകയാണ്. ഇതും നിങ്ങൾ മിനിറ്റിന് മറന്നുപോകുന്നു. ഇല്ലെങ്കിൽ ഉള്ളിൽ വളരെയധികം സന്തോഷം ഉണ്ടാകണം. പരസ്പരം ഇത് തന്നെ ഓർമ്മപ്പെടുത്തൂ. മന്മന ഭവ. ബാബയെ ഓർമ്മിക്കൂ. ഇപ്പോൾ ബാബയിൽ നിന്നാണ് രാജധാനി നേടുന്നത്. ഇത് പുതിയ കാര്യമൊന്നുമല്ല. കൽപ്പകൽപ്പം ബാബ നമുക്ക് ശ്രീമതം നൽകുന്നു. ഇതിലൂടെയാണ് നമ്മൾ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ശിക്ഷകൾ അനുഭവിച്ച് കുറഞ്ഞ പദവിയാകും നേടുക. ഇത് വളരെ വലിയ ലോട്ടറിയാണ്. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് ഉയർന്ന പദവി നേടുകയാണെങ്കിൽ കൽപ്പകൽപ്പാന്തരങ്ങൾ നേടിക്കൊണ്ടിരിക്കും. ബാബ എത്ര സഹജമായാണ് മനസ്സിലാക്കി തരുന്നത്. പ്രദർശനികളിലും ഇതുതന്നെ മനസ്സിലാക്കി കൊടുക്കൂ. നിങ്ങൾ ഭാരതവാസികൾ ദേവതകളുടെ രാജധാനിയിലുള്ളവരായിരുന്നു. പിന്നീട് പുനർജന്മങ്ങൾ എടുത്തെടുത്ത് ഏണിപ്പടി ഇറങ്ങി ഇറങ്ങി ഇങ്ങനെയായി മാറി. എത്ര സഹജമായാണ് മനസ്സിലാക്കി തരുന്നത്. സുപ്രീം ഫാദർ, സുപ്രീം ടീച്ചർ, സുപ്രീം ഗുരുവല്ലേ. നിങ്ങൾ വിദ്യാർത്ഥികൾ എത്ര പേരാണ്? മത്സരം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ബാബയും ലിസ്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർ നിർവികാരിയും പവിത്രവുമായി മാറി? കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആത്മാവ് ഭ്രകുട്ടിക്ക് നടുവിൽ തിളങ്ങുകയാണ്. ബാബ പറയുന്നു, ഞാനും വന്നിരിക്കുന്നത് ഇവിടെയാണ്. തന്റെ പാർട്ട് അഭിനയിക്കുകയാണ്. എന്റെ പാർട്ട് തന്നെ പതിതരെ പാവനമാക്കുക എന്നതാണ്. ജ്ഞാനസാഗരനാണ്. കുട്ടികൾ ജന്മമെടുക്കുന്നു. ചിലർ വളരെ നല്ലതായിരിക്കും, മോശമായ ചിലരും ഉണ്ടാകും. പിന്നീട് ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് കേൾക്കുകയും പറയുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അല്ലയോ മായേ, നീ എത്ര ശക്തിശാലിയാണ്. എന്നിട്ടും ബാബ പറയുന്നു, ഉപേക്ഷിച്ച് എവിടേക്ക് പോകാനാണ്? മറുകരയിലെത്തിക്കാൻ ഒരേ ഒരു അച്ഛനേ ഉള്ളൂ. സദ്ഗതി നൽകുന്നത് ഒരേ ഒരു ബാബയാണ്. ബാക്കി ആർക്കും ഈ ജ്ഞാനം അറിയുകയേയില്ല. ആരാണോ കൽപ്പം മുമ്പ് അംഗീകരിച്ചത് അവരെ അംഗീകരിക്കൂ. ഇതിനായി തന്റെ പെരുമാറ്റത്തെ വളരെയധികം ശരിയാക്കണം. സേവനവും ചെയ്യേണ്ടി വരും. വളരെ പേരുടെ മംഗളം ചെയ്യണം. പോയി വളരെയധികം പേർക്ക് വഴി പറഞ്ഞു കൊടുക്കണം. വളരെ വളരെ മധുരമായ വാക്കുകളാൽ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഭാരതവാസികൾ തന്നെയായിരുന്നു വിശ്വത്തിന്റെ അധികാരികൾ എന്ന്. ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇപ്രകാരം തന്റെ രാജധാനി പ്രാപ്തമാക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്കറിയാം. എങ്ങനെയാണോ ബാബ മനസ്സിലാക്കി തരുന്നത് അതുപോലെ മറ്റാർക്കും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. എന്നിട്ടും മുന്നോട്ടു പോകവേ മായയിൽ നിന്ന് തോൽവി ഏറ്റുവാങ്ങുന്നു. ബാബ സ്വയം പറയുന്നു, വികാരങ്ങളുടെ മേൽ വിജയം നേടുന്നതിലൂടെയാണ് നിങ്ങൾ ജഗത് ജീത്ത് ആവുന്നത്. ഈ ദേവതകൾ ജഗത് ജീത്ത് ആയിരുന്നു. തീർച്ചയായും അവരിങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകണം. ബാബ കർമ്മത്തിന്റെ ഗതിയും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. രാവണ രാജ്യത്തിൽ കർമ്മം വികർമ്മമായിരിക്കും. രാമരാജ്യത്തിൽ കർമ്മങ്ങൾ അകർമ്മമായിരിക്കും. അടിസ്ഥാന കാര്യം കാമത്തിനുമേൽ വിജയം നേടി ജഗത് ജീത്തായി മാറുക എന്നതാണ്. ബാബയെ ഓർമ്മിക്കൂ. ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. നമുക്ക് 100% ഉറപ്പാണ് നമ്മൾ രാജ്യം നേടിയിരിക്കും. പക്ഷെ രാജ്യം ഭരിക്കുന്നത് ഇവിടെയല്ല. ഇവിടെ രാജ്യം പ്രാപ്തമാക്കുകയാണ്. രാജ്യം ഭരിക്കുന്നത് അമരലോകത്തിലാണ്. ഇപ്പോൾ മൃത്യുലോകത്തിനും അമരലോകത്തിനും ഇടയിലാണ്. ഇതും മറന്നുപോകുന്നു. അതിനാൽ ബാബ അടിക്കടി ഓർമ്മിപ്പിക്കുന്നു.
ഇപ്പോൾ ഇത് പക്കാ നിശ്ചയമാണ്. നമ്മൾ നമ്മുടെ രാജധാനിയിലേക്ക് പോകും. ഈ പഴയ രാജധാനി തീർച്ചയായും അവസാനിക്കണം. ഇപ്പോൾ പുതിയ ലോകത്തിലേക്ക് പോകുവാൻ ദൈവിക ഗുണങ്ങൾ തീർച്ചയായും ധാരണ ചെയ്യണം. തന്നോട് തന്നെ സംസാരിക്കണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നാൽ നമുക്ക് തിരിച്ചു പോകേണ്ടത് ഇപ്പോൾ തന്നെയാണ്. അതിനാൽ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കേണ്ടതും ഇപ്പോഴാണ്. കാരണം ബാക്കി ഒരു സമയത്തും തിരിച്ചു പോകേണ്ടതുമില്ല. ഈ ജ്ഞാനവും ലഭിക്കില്ല. നമുക്ക് യോഗം ചെയ്യേണ്ടുന്നതിന് അവിടെ 5 വികാരങ്ങളെ ഉണ്ടാകില്ല. യോഗം ചെയ്യേണ്ടത് ഈ സമയത്താണ്, പാവനമായി മാറുന്നതിനായി. അവിടെ എല്ലാവരും ശരിയായിരിക്കും. പിന്നീട് പതുക്കെ പതുക്കെ കല കുറയുന്നു. ഇത് വളരെ സഹജമാണ്. ക്രോധവും മറ്റുള്ളവർക്ക് ദുഃഖം നൽകാറില്ലേ? ദേഹാഭിമാനമാണ് മുഖ്യം. അവിടെ ദേഹാഭിമാനം ഉണ്ടാകില്ല. ആത്മ അഭിമാനി ആയതിനാൽ ക്രിമിനൽ ദൃഷ്ടിയും ഉണ്ടാകില്ല. പവിത്രമായ ദൃഷ്ടിയായിരിക്കും. രാവണ രാജ്യത്തിൽ അത് ക്രിമിനൽ ദൃഷ്ടി ആകുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ നമ്മുടെ രാജ്യത്തിൽ വളരെ സുഖിയായിരുന്നു. കാമവുമില്ല, ക്രോധവുമില്ല. ഇതിനെക്കുറിച്ച് പറയുന്ന ഗീതവും ഉണ്ട്. അവിടെ ഈ വികാരങ്ങൾ ഉണ്ടാകില്ല. നമുക്ക് അനേക തവണ ഈ വിജയവും തോൽവിയും ഉണ്ടായിട്ടുണ്ട്. സത്യയുഗം മുതൽ കലിയുഗം വരെ എന്തെല്ലാം സംഭവിച്ചോ അതെല്ലാം ആവർത്തിക്കും. അച്ഛൻ അല്ലെങ്കിൽ ടീച്ചറിൽ നിന്ന് എന്ത് ജ്ഞാനമാണോ ഉള്ളത് അത് എല്ലാവരെയും കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മീയ ടീച്ചറും വളരെ അത്ഭുതകരമാണ്. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ, ഉയർന്നതിലും ഉയർന്ന ടീച്ചറും കൂടിയാണ്. അവർ നമ്മളെയും ഉയർന്നതിലും ഉയർന്ന ദേവതയാക്കി മാറ്റുകയാണ്. നിങ്ങൾ സ്വയം കാണുകയാണ് ബാബ എങ്ങനെ ദേവതാധർമ്മം സ്ഥാപിക്കുന്നു എന്ന്. നിങ്ങൾ സ്വയം ദേവതയായി മാറുകയാണ്. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും സ്വയം ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കും മനസ്സിലാക്കി കൊടുക്കുകയാണ്, വാസ്തവത്തിൽ ആദി സനാതന ദേവി ദേവതാ ധർമ്മമാണ്. ബാക്കി എല്ലാ ധർമ്മങ്ങളും നടന്നു വരുന്നുണ്ട്. ഈ ഒരു ദേവതാ ധർമ്മം മാത്രം ലോപിച്ചു പോയിരിക്കുന്നു. ഇത് വളരെ പവിത്രമായ ധർമ്മമാണ്. ഇതുപോലെ പവിത്രമായ മറ്റൊരു ധർമ്മം ഇല്ല. ഇപ്പോൾ പവിത്രമല്ലാത്തതിനാൽ ആർക്കും ഞാൻ ദേവതയാണ് എന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിലേതായിരുന്നു. അതിനാലാണ് ദേവതകളെ പൂജിക്കുന്നത്. ക്രിസ്തുവിനെ പൂജിക്കുന്നവർ ക്രിസ്ത്യാനികളാണ്. ബുദ്ധനെ പൂജിക്കുന്നവർ ബൗദ്ധികളാണ്. അതുപോലെ ദേവതകളെ പൂജിക്കുന്നവർ ദേവതകളാണ്. പിന്നീട് സ്വയം ഹിന്ദുവാണ് എന്ന് എന്തിനാണ് പറയുന്നത്? യുക്തിപൂർവം മനസ്സിലാക്കി കൊടുക്കണം. കേവലം പറയണം ഹിന്ദു ധർമ്മം ധർമ്മമല്ല എന്ന്. അപ്പോൾ പിണങ്ങും. പറയൂ, ഹിന്ദുക്കൾ ആദി സനാതന ധർമ്മത്തിലുള്ളവരായിരുന്നു. അപ്പോൾ ആദി സനാതന ധർമ്മം എന്നത് ഹിന്ദു അല്ല എന്ന് അല്പം മനസ്സിലാക്കും. ആദി സനാതനം എന്ന വാക്ക് ശരിയാണ്. ദേവതകൾ പവിത്രമായിരുന്നു, ഇപ്പോൾ അപവിത്രമാണ്. അതിനാൽ ഇപ്പോൾ സ്വയം ദേവതയാണ് എന്ന് പറയാൻ കഴിയില്ല. കൽപ്പകൽപ്പം ഇങ്ങനെ സംഭവിക്കും. ഇവരുടെ രാജ്യത്തിൽ എത്ര ധനികരുണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാവരും പാപ്പരാണ്. അവർ കോടിപതികളായിരുന്നു. ബാബ യുക്തികൾ വളരെ നന്നായി നൽകുന്നുണ്ട്. നിങ്ങൾ സത്യയുഗത്തിൽ വസിക്കുന്നവരാണോ അതോ കലിയുഗി വാസികളാണോ എന്ന് ചോദിക്കാൻ സാധിക്കും. കലിയുഗികളാണ് എങ്കിൽ തീർച്ചയായും നരകവാസിയാണ്. സത്യയുഗത്തിൽ വസിക്കുന്നവർ സ്വർഗവാസികളായ ദേവതകളായിരിക്കും. ഇങ്ങനെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കും, ചോദ്യം ചോദിക്കുന്നവർക്ക് തീർച്ചയായും സ്വയം പരിവർത്തനം ചെയ്ത് ദേവതയാക്കി മാറ്റാനും സാധിക്കുമെന്ന്. അല്ലാതെ മറ്റാർക്കും ചോദിക്കാൻ സാധിക്കില്ല.
ആ ഭക്തിമാർഗം തന്നെ വേറിട്ടതാണ്. ഭക്തിയുടെ ഫലം എന്താണ്? അതാണ് ജ്ഞാനം. സത്യത്രേതായുഗങ്ങളിൽ ഭക്തി ഉണ്ടാവുകയില്ല. ജ്ഞാനത്തിലൂടെ പകുതി കൽപ്പം പകലും ഭക്തിയിലൂടെ പകുതി കൽപ്പം രാത്രിയും. അംഗീകരിക്കുന്നവരാണെങ്കിൽ അംഗീകരിക്കും. അംഗീകരിക്കാത്തവർ ജ്ഞാനത്തെയും അംഗീകരിക്കില്ല. അതിനാൽ ഭക്തിയെയും അംഗീകരിക്കില്ല. കേവലം പണം സമ്പാദിക്കാൻ മാത്രമേ അറിയൂ. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ യോഗബലത്താൽ ശ്രീമതത്തിലൂടെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പകുതി കൽപ്പത്തിനു ശേഷം രാജ്യം നഷ്ടപ്പെടുത്തുന്നുമുണ്ട്. ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കായുള്ള മുഖ്യസാരം. 1. വളരെയധികം ആളുകളുടെ മംഗളം ചെയ്യുന്നതിനായി തന്റെ വാക്കുകളെ വളരെ മധുരമാക്കി മാറ്റണം. മധുരമായ വാക്കുകളാൽ സേവനം ചെയ്യണം. സഹനശീലരായി മാറണം. 2. കർമ്മങ്ങളുടെ ഗഹനഗതിയെ മനസ്സിലാക്കി വികാരങ്ങളുടെ മേൽ വിജയം നേടണം. ജഗജ്ജീത്തായ ദേവതയായി മാറണം. ആത്മാഭിമാനിയായി മാറി ക്രിമിനൽ ദൃഷ്ടിയെ പവിത്രമാക്കി മാറ്റണം. വരദാനം: ശ്രേഷ്ഠ കർമ്മത്തിലൂടെ ദിവ്യ ഗുണമാകുന്ന പ്രഭു പ്രസാദം വിതരണം ചെയ്യുന്ന ഫരിഷ്തയിൽ നിന്നും ദേവതയായി ഭവിക്കൂ. വർത്തമാന സമയം അജ്ഞാനി ആത്മാക്കളാകട്ടെ ബ്രാഹ്മണ ആത്മാക്കളാകട്ടെ രണ്ടുപേർക്കും ഗുണദാനത്തിന്റെ ആവശ്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ വിധിയെ സ്വയത്തിൽ ബ്രാഹ്മണ പരിവാരത്തിൽ തീവ്രമാക്കൂ. ഈ ദിവ്യഗുണം ഏറ്റവും ശ്രേഷ്ഠമായ പ്രഭു പ്രസാദമാണ്. ഈ പ്രസാദം നന്നായി വിതരണം ചെയ്യൂ. ഏതുപോലെയാണോ സ്നേഹത്തിന്റെ അടയാളമായി പരസ്പരം ടോളി കഴിപ്പിക്കുന്നത്, അതുപോലെ ദിവ്യഗുണങ്ങളുടെ ടോളിയും കഴിപ്പിക്കൂ. എങ്കിൽ ഈ വിധിയിലൂടെ ഫരിഷ്തയിൽ നിന്നും ദേവതയാകുന്നതിന്റെ ലക്ഷ്യം സഹജമായും എല്ലാവരിലും പ്രത്യക്ഷമായി കാണപ്പെടും. സ്ലോഗൻ: യോഗമാകുന്ന കവചത്തെ അണിഞ്ഞിരിക്കുകയാണെങ്കിൽ മായയാകുന്ന ശത്രു യുദ്ധം ചെയ്യില്ല. ഓം ശാന്തി.